നീണ്ട 10 വർഷക്കാലമായി കോൺഗ്രസ് പാർട്ടി അധികാരത്തിന് പുറത്തു നിൽക്കുകയാണ്. പലകുറി അധികാരം തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും ഒന്നും കുറുക്കി കൊണ്ടില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മേൽനോട്ടത്തിൽ പാർട്ടി കൂടുതൽ കാലിടറി വീഴുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഹരിയാന, ബീഹാർ, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കോൺഗ്രസിന് ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതോടുകൂടി തന്നെ ഭാരതം ഇപ്പോൾ കോൺഗ്രസ് മുക്തിയിലേക്ക് എത്തുകയാണ് എന്നത് ആ ഒരു പരിഹാസമാണ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസ് പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ തന്നെ BJP ആകട്ടെ ഇവിടെ ഇരട്ടി ശക്തിയോടുകൂടി തന്നെ മുന്നേറുകയാണ്. ഇത് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിൽ പൊട്ടിത്തെറികൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വർഷങ്ങളോളം തന്നെ കോൺഗ്രസ് കൈയടക്കി വെച്ചിരുന്ന സംസ്ഥാനങ്ങൾ ഇന്ന് BJP സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസ് അല്പമെങ്കിൽ പോലും സ്വാധീനം കൂടുതലുള്ള സംസ്ഥാനം എന്നത്. എന്നാൽ പോലും BJPയും ഇപ്പോൾ കേരളത്തിലടക്കം അടിത്തറ പാകി കഴിഞ്ഞിരിക്കുകയാണ്. ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വർഷം ഒരു സുപ്രധാന വർഷം തന്നെയായിരുന്നു. മറ്റുള്ളവർക്കാകട്ടെ അത് വലിയ ഞെട്ടലുകളുടെ വർഷം കൂടിയാണ്. ഈ വർഷം 2025 രണ്ട് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആദ്യം ഫെബ്രുവരിയിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തി. വർഷം അവസാനിക്കാറായപ്പോൾ നവംബറിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തി.